ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 18 നവംബർ 2020 എന്ന ട്രേഡിംഗ് സെഷനിലെ ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, ഇവ കൂടാതെ നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 18 നവംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മളിവിടെ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 12,900 ലെവലിൽ നമ്മൾക്ക് നല്ല ഒരു റെസിസ്റ്റൻസ് കാണാൻ കഴിഞ്ഞു. കൂടാതെ ഇന്നത്തെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിഫ്റ്റിയുടെ 12,900 ലെവലിൽ ബയേഴ്സ് വളരെ കുറവായിരുന്നു. അതായത് ബയേഴ്സിന് കോൺഫിഡൻസ് ലൂസ് ആകുന്ന അല്ലെങ്കിൽ ഒരു ഫിയർ ടെൻഡൻസി നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തത്. അല്ലാതെ നിഫ്റ്റിയുടെ മൊമെൻറ്റം കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ് വന്നതുകൊണ്ടോ അല്ല. ഇനി ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ ആൾറെഡി പറഞ്ഞിരുന്നു, ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം നല്ലൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് ആയിരുന്നു. കാരണം നമ്മൾക്കറിയാം ഡോ ജോൺസ് പോലും അതിൻ്റെ ഹൈയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നും ഒരു 300 മുതൽ 400 പോയിൻ്റ് വരെ ഹൈക്ക് ആവുന്നെങ്കിൽ അതിനർത്ഥം മാർക്കറ്റിൽ, അതായത് മാർക്കറ്റിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഹോപ്പും വളരെ ഉയർന്നൊരു ഹോപ്പാണ്. അത് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിലും നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതായത് നിഫ്റ്റി ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷമുള്ള ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിലും നമ്മൾക്കൊരു 12,900 ലെവലിൽ നിഫ്റ്റിക്ക് നല്ലൊരു റെസിസ്റ്റൻസ് വന്നിരുന്നു എങ്കിലും ക്ലോസിംഗ് ബേസിൽ നിഫ്റ്റി 12,800 ലെവൽ ഹോൾഡ് ചെയ്തു. നോട്ട് ഈവൻ 800, 12,874 നിഫ്റ്റി ക്ലോസ് ആയത്. അതായത് 12,850 ലെവൽ നിഫ്റ്റി ഹോൾഡ് ചെയ്തു. എൻ്റെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 12,800 മുകളിലായിരുന്നു. ഇത് നിഫ്റ്റിക്ക് 13,000 എത്താനുള്ളൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇനി നിഫ്റ്റിക്ക് നല്ല ഉയരങ്ങളിൽ എത്തണമെങ്കിൽ കൺസോളിഡേഷൻ അത്യാവശ്യമാണ്. ചെറിയ രീതിയിലുള്ള കൺസോളിഡേഷൻ അല്ലെങ്കിൽ കറക്ഷൻസ് വന്നതിന് ശേഷം നിഫ്റ്റി വീണ്ടും അതിൻ്റെ ഉയർന്ന നിലയിലേക്ക് എത്താൻ പോകും. കാരണം ആ കൺസോളിഡേഷൻ അത്യാവശ്യമാണ് മാർക്കറ്റിൽ. ഇനി കൺസോളിഡേഷൻ വരികയാണെങ്കിൽ നിഫ്റ്റി ഏതൊക്കെ ലെവൽ വരെ എത്തുമെന്ന് നോക്കാം. അതായത് 12,800 ലെവൽ നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ. അതുകൂടാതെ 12,600 ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കപ്പായി മാറിക്കഴിഞ്ഞു. അപ്പോൾ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നിഫ്റ്റി 12,600 എന്ന ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട്. 12,600 എന്ന ലെവൽ വരുന്ന സെഷനുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷറോ അല്ലെങ്കിൽ മേജർ ഫോളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു സാധ്യത മാത്രമാണ്. ഇനി ടെക്നിക്കൽ ചാർട്ടിൽ നിന്നും നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. പക്ഷേ ആസ് എ ട്രേഡർ നമ്മൾ പ്രോഫിറ്റ് ടൈം ടു ടൈം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു കറക്ഷൻസിനെ അല്ലെങ്കിൽ ഒരു ഫോളിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ് മാത്രമേ നടത്താൻ പാടുകയുള്ളൂ. കാരണം നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാകുമ്പോൾ അതിലൊരു കറക്ഷൻസ് വന്നാൽ അതൊരു ഹൈ കറക്ഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ലെവൽ മെൻഷൻ ചെയ്തത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 12,932 ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തത്. ഇൻട്രാഡേയിലെ ഹൈ, അതായത് ഓപ്പണിംഗ് ലെവലിൽ തന്നെയായിരുന്നു ഇൻട്രാഡേയുടെ ഹൈയും. 12,934 ലെവലായിരുന്നു ഇൻട്രാഡേ ഹൈ. അതിനുശേഷം നിഫ്റ്റി 12,797 എന്ന ലെവലിലേക്ക് വന്നു. പക്ഷേ 12,800 നിഫ്റ്റി ത്രൂ ഔട്ട് ദി ട്രേഡിംഗ് സെഷൻ ഹോൾഡ് ചെയ്ത് 12,874 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ആയത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷന് വേണ്ടിയുള്ള നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഒന്നാമത്തെ സപ്പോർട്ടായിട്ട് ഞാനിവിടെ കാണുന്നത് 12,850 ലെവലാണ്. അതിനുശേഷം 12,850 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 12,800 ലെവലാണ്. അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ. അപ്പോൾ 12,790 നമ്മൾക്കൊരു സെക്കൻഡ് സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 12,800 ലെവൽ. അതിനുശേഷം ഈ 12,790 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിഫ്റ്റി 12,710 ലെവലിലായിരിക്കും നിഫ്റ്റിയുടെ മൂന്നാമത്തെ സപ്പോർട്ട്. റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിയുടെ ഒന്നാമത്തെ റെസിസ്റ്റൻസ് 12,910 ലെവലിലാണ്, അതായത് 12,900 ലെവലിൽ. അതിനുശേഷം ഈ ലെവൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് 12,970 ലെവലിൽ നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും നിഫ്റ്റി ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിഫ്റ്റി 13,050 ലെവലിലായിരിക്കും നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്.
നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 13,000 ലെവലിലാണ്. ഈ 13,000 ലെവലിൽ 38,63,000 കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നത് 12,900 ലെവലിലാണ്. 8,74,000 കോൺട്രാക്റ്റുകളാണ് ഈ ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. അതിനർത്ഥം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിലും നിഫ്റ്റി 12,900 എന്ന റീജിയനിൽ നിഫ്റ്റി അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനർത്ഥം 12,900 മുതൽ 13,000 വരെയുള്ള റീജിയനിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് നിഫ്റ്റിക്കുണ്ട് എന്നുള്ളതാണ്. ഈ റീജിയനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. ഇനി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, അതായത് പ്രീവിയസ് ഓപ്ഷൻ ചെയിൻ അനാലിസിസുകളെല്ലാം നോക്കിയാൽ നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് ഫോം ചെയ്തിരിക്കുന്നത് 13,000 എന്ന ലെവലിൽ തന്നെയാണ്. ഇനി നിഫ്റ്റിയുടെ പുട്ട് സൈഡിലെ അനാലിസിസ് നോക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,800 ലെവലിലാണ്. 12,800 ലെവലിൽ അറൗണ്ട് 24,75,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. കൂടാതെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നതും 12,800 ലെവലിൽ തന്നെയാണ്. അറൗണ്ട് 16 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇന്നലത്തെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, ഇന്നലത്തെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നത് 12,700 ലെവലിലായിരുന്നു. സെക്കൻഡ് ഹയസ്റ്റ് 12,600 ലെവലിലായിരുന്നു. അതായത് സപ്പോർട്ട് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ബേസ് നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ ബിൽഡപ്പ് ചെയ്യുന്നു എന്നതായിട്ടൊരു കാഴ്ച കാണാം. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെൻറ്റവും അതുപോലെ തന്നെ സ്ട്രെങ്ത്നെസ്സും നിഫ്റ്റി പ്രിസർവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പുട്ട് സൈഡിലെ ഓപ്ഷൻസ് ബിൽഡപ്പ് ചെയ്തു പോകുന്നത്. അതായത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ആകുന്നു. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഏറ്റവും ഹെവി റെസിസ്റ്റൻസ് 13,000 ലെവലിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 12,800 ഫസ്റ്റ് സപ്പോർട്ട്. അതിനുശേഷം വരുന്ന ഒരു ഹെവി സപ്പോർട്ട് 12,600 ലെവലിലാണ്. അറൗണ്ട് 19 lakh കോൺട്രാക്റ്റുകളാണ് ഈ ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. ഇനി 12,700 ലെവൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 23 lakh കോൺട്രാക്റ്റുകൾ റേറ്റ് ആയിട്ടുണ്ട്. അതായത് പുട്ട് സൈഡിലെ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ ഹെവി സപ്പോർട്ടുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 18 നവംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനു വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മളിവിടെ 1 day ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അൺലൈക്ക് നിഫ്റ്റി എന്ന് നമ്മൾക്ക് പറയാം. കാരണം ലാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ട്രേഡിംഗ് സെഷനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 29,000 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിലായിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷേ അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയുടെ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അല്പം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം 29,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണുന്നത്. ഇതേ അപ്രോച്ച് തന്നെയായിരിക്കും നിഫ്റ്റി 30,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ സൈഡിൽ നിന്നും ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് 28,792 ലെവലിലായിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഹൈ 29,239 ഇൻട്രാഡേ ലോ 28,722 ലെവലിലുമായിരുന്നു. ശേഷം ബാങ്ക് നിഫ്റ്റി 29,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു 29,181 എന്ന ലെവലിലാണ് ക്ലോസിംഗ് ചെയ്തത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കാം. ഒന്നാമത്തെ സപ്പോർട്ടായിട്ട് കാണുന്നത് 29,000 ബാങ്ക് നിഫ്റ്റി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഹോൾഡിംഗ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അതായത് 29,080 എന്ന് പറയുന്നതിന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് കാണാം. ആ സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ബാങ്ക് നിഫ്റ്റി 28,850 ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട്. ആ 28,850 ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ബാങ്ക് നിഫ്റ്റി 28,750 ലെവൽ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായും 2 റെസിസ്റ്റൻസ് ആണ് നാളത്തെ സെഷനിൽ നമ്മൾക്ക് പറയാനുള്ളത്. ഒന്നാമത്തേത് 29,500 ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ്. അതിനു മുൻപേ 29,250 ലെവലിലും ഒരു റെസിസ്റ്റൻസ് കാണും. ഈ 2 റെസിസ്റ്റൻസ് ആയിരിക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റിക്കുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ആയിരിക്കുന്ന ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ എക്സ്പയറി 19 നവംബർ 2020 ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ
കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 30,000 ലെവലിലാണ്. 30,000 ലെവലിൽ അറൗണ്ട് 8,85,000 കോൺട്രാക്റ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 29,500 ലെവലിലാണ്. 6,14,000 കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 29,000 എന്ന് പറയുന്ന ടാർഗറ്റിനെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് 29,181 എന്ന നിലയിലാണ് ക്ലോസിംഗ് ചെയ്തത്. അതായത് ബാങ്ക് നിഫ്റ്റി 29,000 ക്ലോസ് ചെയ്തു, അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ഓർമ്മപ്പെടുത്തുന്നത് 29,500 അതായത് 30,000 എന്ന ലെവലിന് മുൻപേ 29,500 എന്നൊരു റെസിസ്റ്റൻസ് കൂടി ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ട് എന്നാണ് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾക്ക് പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 28,500 ലെവലിലാണ്. 28,500 ലെവലിൽ അറൗണ്ട് 8,52,000 കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ 29,000 ലെവലിൽ നോക്കുകയാണെങ്കിലും 8 ലാക്ക് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 29,000 എന്ന ലെവലിലും ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 28,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുകയാണ്. ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 30,000 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസും അതുപോലെ തന്നെ 29,000 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടുമായി കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. 29,000 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രീച്ച് ആവുകയാണെങ്കിൽ പിന്നീട് വരുന്ന സ്ട്രോങ് സപ്പോർട്ട് 28,500 എന്ന ലെവലിലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് അതായത് 17 നവംബർ 2020 14,689 കോടി രൂപയുടെ ബൈയിങ്ങും 9,784 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 4,905 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,076 കോടി രൂപയുടെ ബൈയിങ്ങും 6,905 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 3,829 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതായത് ഓവറോൾ മാർക്കറ്റിൽ ഒരു ബൈയിങ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ന്യൂസ്, ഗോൾഡ്മാൻ സാച്സിൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഇന്ത്യൻ GDPയുടെ കോൺട്രാക്ഷൻ 14.3% നിന്നും റെഡ്യൂസായി 10.3% മാറിയിട്ടുണ്ട്. ഇത് ഗോൾഡ്മാൻ സാച്സിൻ്റെ ഒരു ഫോർകാസ്റ്റാണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2022 GDPയുടെ ഫോർകാസ്റ്റാണ് ഗോൾഡ്മാൻ സാച്സ് നടത്തിയത്. ഇത് എക്കണോമിയുടെ ഒരു ഷാർപ്പ് റിക്കവറിയെയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റിമുലസ് പാക്കിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും എന്ന് വിശ്വസിക്കാം. ഇനി രണ്ടാമത്തേത് PSU സെക്ടറിലെ കമ്പനിയായ ONGC റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ONGC പെട്രോൾ എക്സ്ട്രാക്ഷന് വേണ്ടി ഏകദേശം 7ഓളം ബ്ലോക്കുകളുടെ കോൺട്രാക്റ്റ് നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കമ്പനി മറ്റൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് HPCL എന്ന കമ്പനിയുടെ ഡീലിസ്റ്റ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു PSU സ്റ്റോക്കായ NMDC റിലേറ്റഡ് ആയിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് NMDCയുടെ ഒരു കൊമോഡിറ്റിയായ അയറൺ എക്സ്ട്രാക്ഷൻ കൊമോഡിറ്റിയിൽ, അതായത് അയറൺ കൊമോഡിറ്റിയുടെ പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. അതായത് NMDCയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ കൊമോഡിറ്റിയെ സംബന്ധിച്ചിടത്തോളവും ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. പക്ഷേ ഇൻഫ്ലേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗറ്റീവ് ന്യൂസാണ്. ഇനി IRCTCയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അതായത് IRCTCയുടെ ഒരു ലക്ഷറി ട്രെയിൻ സർവീസായ തേജസ് ട്രെയിൻ സർവീസ് IRCTC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള റീസൺ പാസഞ്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതായത് IRCTCയുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം റെഡ്യൂസ് ആകുന്നു. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളവും ഒരു നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവ് ന്യൂസ്, അതായത് അരവിന്ദോ ഫാർമ അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി ലാബ് എന്നീ കമ്പനികൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഫൈസർ എന്നുള്ള കമ്പനി ക്യാൻസറിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു ജനറിക് മെഡിസിൻ്റെ പേറ്റൻ്റ് എടുത്തിരുന്നു. ആ ജനറിക് മെഡിസിന് പാരലായിട്ടുള്ള മെഡിസിൻസ്, അതായത് പേറ്റൻ്റ് റെസ്പെക്റ്റ് ചെയ്യാതെ പാരലായിട്ടുള്ള മെഡിസിൻസ് ഈ രണ്ട് കമ്പനികൾ അരബിന്ദോ ഫാർമയും അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി ലാബും നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ച് ഫൈസർ എന്ന കമ്പനി ഈ രണ്ട് കമ്പനികൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ രണ്ട് സ്റ്റോക്കുകൾക്കും എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്കുള്ളൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത്
DLF ഡോ ജോൺസിൻ്റെ സസ്റ്റൈനബിലിറ്റി ലിസ്റ്റിൽ, അതായത് സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ ഒരിടം പിടിച്ചു. അതായത് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ ഒരു മൊമെൻറ്റം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ ഇപ്പോൾ മൂവ് ആയി തുടങ്ങി. ഇത് ഈ സെക്ടറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ ICRAയുടെ റിപ്പോർട്ട് പ്രകാരം NBFC സെക്ടറിലും അതുപോലെ HF ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലും നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ.